അച്ഛൻ വല്ലപ്പോഴുമൊക്കെ വീട്ടിലേക്ക് ഒരു കാറ്റ് പോലെ കടന്നു വരും. ആ സമയത്തൊക്കെ ഒരു വിശറിയായിരുന്ന് അത് സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു അമ്മ. എന്നാൽ അതിനേക്കാൾ ഉപരി എല്ലാം സഹിച്ച് അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടി, അച്ഛൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു വേദനയുടെ വിങ്ങലായി അച്ഛൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നൊരു നിഴലായിരുന്നു അമ്മ. പ്രത്യേകിച്ച് ശീലമൊന്നുമില്ല. എഴുതുന്നവർക്ക് അങ്ങനെ ചിട്ടയില്ലല്ലോ, നമുക്കറിയാവുന്നതല്ലേ. ഒരുപാട് കൂട്ടണ്ട, എല്ലാം വേണം. എനിക്കൊരു പങ്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഊണ് കഴിഞ്ഞ് ഉള്ളപ്പം എല്ലാ ദിവസവും ഊണ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ തൈരും പച്ചമുളകും ഉടച്ചിട്ടാണ് ഉരുട്ടി ആ കുളിയെല്ലാം കഴിഞ്ഞാൽ നെറ്റിയൊക്കെ വേർത്ത് അതെല്ലാം പഠിച്ച് കളഞ്ഞിട്ട് ആ കൈ കൊണ്ട് ഇങ്ങോട്ട് കുഴച്ചിട്ട് ഒരു ഉരുള വിട്ടി എനിക്ക് സ്ഥിരം. ആ 20 കൂടുതലാണ് കാര്യം, നമുക്കന്ന് കുട്ടിക്കാലല്ലേ, എങ്കിലും നല്ല മധുരത്തോടെ മേടിച്ച് കഴിക്കുമായിരുന്നു വല്ലപ്പോഴും. ഇപ്പം തൈര് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വെള്ളമേ പാടില്ല. മുളക് ദോശയുണ്ട്. അയ്യോ, അത് ഏത് രാത്രി 12 മണിക്ക് വന്നാലും ശരിയാ, ഇവിടെ നിന്ന് ഒറ്റ വിളിയാ. അവിടെ അല്ലേ വീട്, നമ്മളിവിടെ ഒരു കമ്പനി കാണും കേട്ടോ, അവർക്കൊക്കെ താല്പര്യം കേട്ടോ. അവരൊക്കെ ഇന്നും ആ മുളക് ദോശയുടെ കാര്യം ഇന്നും അവർ പറയും. കവിതയിലൊക്കെ ധാരാളം ബിംബങ്ങൾ കൂട്ടായിട്ട് അച്ഛൻ പിടിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഇല്ല, അത് പിന്നെ നിർബന്ധമില്ല. എൻ്റെ അമ്മയുണ്ട്, ഒരു കവിത വായിച്ച് കേട്ട് കഴിഞ്ഞാൽ കുട്ടാ അതങ്ങനെയാണോ എന്ന് ചോദിച്ച് അഭിപ്രായം പറയുന്ന അമ്മയുണ്ട്. അത് നല്ല ഇതായിരുന്നു. അങ്ങനെയാണ് ഈ ആയിഷ എഴുതിയപ്പോഴേ കവിത വായിച്ച് കേൾപ്പിച്ചു. ഈശോൻ്റെ കുഞ്ഞെ ഇറക്കലേ, നിന്നെ തല്ലിക്കൊല്ലാൻ മുസ്ലിം ഹിന്ദു അങ്ങനെയുള്ള മുസ്ലിങ്ങളെക്കുറിച്ചുള്ളതല്ലേ, അവർ വല്ലതും ചെയ്താലോ നിന്നെ, അതുകൊണ്ട് ഈ കവിത ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മേടിച്ചമ്മ കീറാൻ തുടങ്ങിയതാണ്. പക്ഷേ കത്തിച്ച് കളയാൻ തുടങ്ങിയതാണ്. കവിത നേരത്തെ എഴുതി കഴിഞ്ഞു. പിന്നെ സിനിമാ പാട്ടിലേക്ക് പോയേ പിന്നെ കവിതയില്ല. പക്ഷെ അവസാനമൊക്കെ സിനിമാ രംഗം മടുത്തു എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് വീണ്ടും കവിതയിലേക്ക് തിരിച്ചു വരിക, ഒരു മഹാകാവ്യം എഴുതാൻ വേണ്ടി അവസാന നാളുകൾ ഇവിടെ തന്നെ വീടിനടുത്ത് തന്നെ ഒരു മുള കൊണ്ട് ഒരു കൂടാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനകത്തിരുന്ന് എഴുതുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ അതൊക്കെ പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഇനി ആ ദൗത്യം ഞാൻ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു വലിയ ജോലിയാണ്. വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിടുവാനാളല്ല. ജന്മത്തിൻ്റെ താളുകൾക്ക് മീതെ മരണത്തിൻ്റെ കൈവപ്പിടാൻ യമധർമ്മൻ തൂലിക എടുത്തത് ഒരുപക്ഷെ അച്ഛൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആ സമയമെടുത്തു എന്ന് തോന്നിയപ്പോൾ ജനിച്ചു വളർന്ന ഈ തീരത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് അദ്ദേഹം പറഞ്ഞു അവസാനമായി. അത് കഴിഞ്ഞിട്ട് സന്ധ്യാവന്ദനം ദുഃഖ സംഗീത പ്രിയകളാം സ്വപ്നങ്ങളെ സന്ധ്യാവന്ദനം എന്നൊരു ഗാനം അദ്ദേഹം എഴുതി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളോട് സന്ധ്യാവന്ദനം ചൊല്ലുന്നു. ഒരു തീണ്ടാപ്പാടകൽ നിന്നുകൊണ്ട് അവർക്ക് അന്ത്യോദകം നൽകുന്നു. ഇതായിരുന്നു അച്ഛൻ്റെ അവസാനത്തെ ഗാനം. അതായത് ജീവിതത്തിൻ്റെ ചാരുകസേരയിലിരുന്ന് ഏറ്റവും ഒടുവിൽ കുറിച്ച ഗാനം. വളരെ കുഞ്ഞായിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം. മണ്ണിനോടും മക്കളോടുമൊക്കെ യാത്ര പറഞ്ഞ് മാനത്തേക്ക് ഉയരുന്ന ഒരു മാടപ്പിറാവായിരുന്നു ആ അച്ഛൻ.